അപ്പോൾ ലീഡേഴ്സ് മോർണിംഗിൽ ഇന്നിപ്പോൾ നമുക്ക് അടുത്തെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ KS ഹരിശങ്കറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. ഹരി, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. വലിയ വിശേഷം കാന്താര തന്നെ ആയിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും കാന്താര വലിയൊരു വിശേഷം തന്നെയാണ്. ഈ വർഷം ഞാൻ വർക്ക് ചെയ്തതിൽ ഒരു ബിഗ് സ്കെയിൽ മൂവിയായിരുന്നു. വളരെ സന്തോഷം അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ. ഓക്കെ, ഈ ബ്രഹ്മകലശയുടെ വിശേഷമൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്? ഞാനത് പാടുന്നത് ഒരു 2 weeks ബാക്കാണ്. ബാംഗ്ലൂർ ആയിരുന്നു റെക്കോർഡിങ്. ഈ മൂവിയിൽ മലയാളത്തിലാണ് ഞാൻ ബ്രഹ്മകലശം പാടിയത്. അതല്ലാതെ 3 ലാംഗ്വേജിൽ ഇതിൻ്റെ തുടക്കം കേൾക്കുന്നൊരു മെലഡി സോങ് ഉണ്ട്, ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. അത് യൂട്യൂബിൽ റിലീസായിട്ടില്ല, റിലീസാവുന്നേ ഉള്ളൂ. അപ്പം അത് 3 ഭാഷ പാടാൻ പറ്റി, ഇത് മലയാളവും പാടാൻ പറ്റി. അങ്ങനെ 2 സോങ്ങിൽ കാന്താര ചാപ്റ്റർ 1 വർക്ക് ചെയ്യാൻ പറ്റി. പ്രത്യേകം നന്ദി പറയേണ്ടത് എൻ്റെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോകനാഥ്, അതിൻ്റെ ലിറിക് റൈറ്റേഴ്സ് 3 പേരുണ്ട്, അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ ബോബി മാം, പിന്നെ എൻ്റെ ബ്രദർ MR രാജാകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഒരു വേളയിൽ നന്ദി പറയുന്നു. ഓക്കെ, ഇപ്പം ഹരി പറഞ്ഞ പോലെ തന്നെ മറ്റ് 4 ഭാഷകളിലും ഒരേ ഗായകനാണ്. ഇപ്പം മലയാളത്തിലേക്ക് വരുമ്പോൾ അത് ഹരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോള് വരുമ്പോഴത്തേനും എന്തായിരുന്നു ആ ഒരു, ഇപ്പം മലയാളത്തിൽ പാടാൻ ആ ഒരു പാട്ട് വരുന്ന ഒരു വലിയ മൂവിയാണ്, ഒരു വലിയ എക്സ്പെക്റ്റേഷനുള്ള ഒരു മൂവിയാണ്. ആദ്യ ഭാഗം ഗംഭീര വിജയമായിരുന്നു, അതിന് 2ാമത്തെ ഭാഗം വരുന്നു. അപ്പോൾ അതിനൊരു കോള് വരുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ആ ഒരു മൊമെന്റ്? കാന്താര ഫസ്റ്റ് ഇതിന് മുമ്പ് ഇറങ്ങിയ ഫിലിം കാണുന്ന സമയത്ത് ഭയങ്കര ഒരു മ്യൂസിക്കൽ ഇമ്പോർട്ടൻസും കൂടി ഉള്ളൊരു പടമായിട്ട് തോന്നി. അപ്പോൾ അന്ന് ആഗ്രഹിച്ചിരുന്നു ഇതുപോലത്തെ ഒരു മൂവിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കും കുറച്ചുകൂടി പാടാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന്. അങ്ങനെ പെട്ടെന്നായിരുന്നു ഈ കോള്. രാവിലെ വിളിച്ചിട്ട് വൈകിട്ട് എത്താൻ പറ്റുമോ, അർജൻറ്റാണ് എന്നുള്ളതൊരു കോളായിരുന്നു. ബട്ട് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ അപ്പം തന്നെ ബാംഗ്ലൂർ എത്തി. വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു കോൾ വന്നപ്പം. ഇത് പെട്ടെന്ന് ഇങ്ങനൊരു വിളി വരുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം നമ്മൾ ഈ കാന്താര എന്ന് കേൾക്കുമ്പോൾ ഹരി, നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് വരാഹ രൂപമാണ്. ആ പാട്ടും ആ സീനൊക്കെയാണ് ആദ്യം വരിക. പക്ഷെ ഇപ്പം നമ്മൾ ഈ ബ്രഹ്മകലശയിലേക്ക് വരുമ്പോൾ ആ തുടക്കത്തിലെ മ്യൂസിക്കിനൊക്കെ എന്തോ ഒരു വല്ലാത്തൊരു ഫിലിം, പ്രത്യേകിച്ച് തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വല്ലാത്തൊരു മൂഡ്, മിക്സഡ് ഇമോഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മളൊരു ഭക്തിയാണോ അതോ ആ സിനിമയോട് നമ്മൾ ഇഴുകി ചേരുവാണോ, വല്ലാത്തൊരു ഇമോഷൻ. പിന്നെ മാത്രമല്ല കുറേയൊക്കെ വരാഹ രൂപത്തിന് ഒരു റിസംബ്ലൻസും ഉണ്ടല്ലേ പാട്ടിന്? ഈ പാട്ട് ഒരു രാഗ ബേസ്ഡ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഒരു പ്രോപ്പർ രാഗം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ വരാഹരൂപം ഒരു കർണാട്ടിക് സോങ് ആയിരുന്നു. അപ്പൊ ആ കർണാട്ടിക്കിന്റെ ഒരു എസൻസ് ഉള്ളതുകൊണ്ടായിരിക്കും രണ്ടും ഒരുപോലെ തോന്നുന്നു. പക്ഷെ രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടാണ്. എനിക്കും എൻ്റെ കരിയറിൽ ഒരു കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ളൊരു പാട്ട് പാടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനത്തെ ഒരു സന്ദർഭമായിട്ടുള്ള പടം കൂടി ആയതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സിംഗ് ദിസ് സോങ്. നമുക്ക് അതിന് 2 വരി ആയാലോ ഹരി, ബ്രഹ്മകലശയുടെ? ഷുവർ. ദേഹമാണറിയൂ ദേവന്റെ നിലയം, ലോകാനുഗ്രഹമോ ദൈവാനുഗ്രഹവും, പ്രണവസ്വരൂപ തേജോമയനേ പുണ്യസഞ്ജയമേ പരമസുഖം, യത്ര ശ്രദ്ധാ ച ഭക്തിം തത്ര ലഭതേ ജയന്തം ദേവചിത്തം, അറിയില്ല ശിവനേ ഭക്തിപാതകൾ. ഇതാണ് ബ്രഹ്മകലശ സോങ്. ഇനി ഒരു പാട്ടും കൂടി ഉണ്ട്, അത് മൂവി കണ്ടവർക്കറിയാം. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ മദന മനമോഹി നീയാരലേ, അങ്ങനൊരു സോങ് ആണ്. ഇത് രണ്ടുമാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ ഹരി, ഇപ്പം ഞാൻ ഇത് വിട്ടിട്ട് മറ്റു കാര്യങ്ങളിലൂടെ വരികയാണെങ്കിൽ, ഇപ്പം ഹരിയുടെ പാട്ടുകളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളെ ആ പാട്ട് ആ ഒരു ഇമോഷനിലേക്ക് അങ്ങ് വലിച്ചിരുന്നു. നമ്മൾ എത്ര കേട്ടാലും മടുക്കത്തേയില്ല. ഇപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ജീവാംശമായും പവിഴമഴയും കാമിനിയും ആലോലവും, അങ്ങനെ എത്രയോ പാട്ടുകൾ. അപ്പം ഇങ്ങനെ ഓരോ പാട്ടുകൾ വരുമ്പോൾ ഈ ഇമോഷൻസിനൊക്കെ ബാലൻസ് ചെയ്യുന്ന എന്തെങ്കിലും ടെക്നിക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ?
ടെക്നിക്കില്ല, എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഏതാണോ ഞാനത് വളരെ പേഷ്യൻസോടെ ഞാൻ നിന്ന് പാടി വളരെ സാവധാനമേ ചെയ്യാറുള്ളൂ. അപ്പം ഒരിക്കലും തിരക്ക് പിടിച്ചൊരു വർക്ക് ചെയ്യാറില്ല. മേ ബി അതായിരിക്കാം. ഓക്കെ, ആലോലത്തിന് രണ്ടുപേരെ ആയാലോ ഹരി? ഓക്കെ. ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻതിങ്കളും പൂന്തെന്നൽ വന്നാലും വാടാതെ നിന്നാടും താരാജാലങ്ങളോ ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയോ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോകുവതാരോ ആരോ ആരോ. അടിപൊളി. ഹരി, പ്രകൃതിയുടെ വിശേഷങ്ങൾ ഹൈപ്പിച്ചുള്ള എല്ലാ പാട്ടും പഠിപ്പിക്കല്ലേ? കിട്ടുന്ന സമയത്തല്ലേ പറ്റുള്ളൂ. പ്രകൃതിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പ്രഗതി എന്ന് പറഞ്ഞ ബാൻഡ് ഇപ്പം കറന്റ്ലി ഫങ്ഷനിങ് അല്ല. അത് സ്പ്ലിറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി. ഇപ്പം എൻ്റെ ലൈനപ്പ് എന്ന് പറയുന്നത് പുതിയ ആർട്ടിസ്റ്റുകളാണ്. അത് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളാണ്. അവർ സെഷൻ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം കറന്റ്ലി വർക്ക് ചെയ്യുന്ന ലിബൻ, കേലബ്, ആനന്ദ്, പിട്ടു, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളോടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഹരി, പ്ലേ ബാക്ക് സിംഗിങ്ങും അതേപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോഴേ ഇത് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ? വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് പ്ലേ ബാക്കും? പ്ലേ ബാക്ക് സിംഗിലേക്ക് നമ്മളൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് വരും. ഇപ്പം നമ്മൾ ബാൻഡിലേക്കൊക്കെ പോകുന്ന ആ ടൈമിൽ അപ്പോൾ ഈ കാര്യമായ പ്രകടമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, എല്ലാം മ്യൂസിക് ആണല്ലോ. അപ്പം ഞാനങ്ങനെ വേർതിരിവൊന്നും വെക്കാറില്ല. എന്താണോ അതിന്റെ ജോണർ അത് പിടിച്ചങ്ങ് പോകാനേ നോക്കാറുള്ളൂ. ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡന്റ് കുറച്ചും കൂടി ഞാൻ ഇനി റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന്റെ ചെറിയ 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 വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ ഫോർ മീ പ്ലേ ബാക്ക് ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ഒക്കെ ഇറ്റ്സ് ഓൾ മ്യൂസിക്. അത് ഞാൻ ഒരിക്കലും ഇത് പ്ലേ ബാക്ക് ആണ് എന്ന് പറഞ്ഞ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ. ഇപ്പം ക്ലാസിക്കൽ സോങ്ങിൻ്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഹരി വരുന്നത് തന്നെ. ഇപ്പം വീട്ടിൽ എല്ലാവരും മ്യൂസീഷ്യൻസാണ്, അതും വലിയ ലെജൻഡറി മ്യൂസീഷ്യൻസാണ് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും. അപ്പോൾ അത് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു കണ്ടംപററി സോങ്സിലേക്ക് കടക്കുമ്പോൾ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ കർണാട്ടിക് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക് ഒക്കെ. തീർച്ചയായിട്ടും കർണാട്ടിക് ആണ് എൻ്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിക്കലും പഠിച്ചു തീരാൻ പറ്റില്ലല്ലോ. അപ്പം അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കോമ്പോസിഷൻ നമ്മളൊരു പുതിയ പാട്ട് കിട്ടിയാൽ അപ്രോച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ സോങ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളൊരു ഇത് ഒക്കെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല പ്യുവർലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നതും നമ്മുടെ പുതിയ അറിവുകളും നമുക്ക് പുതിയതായിട്ട് പറഞ്ഞു തരുന്ന ആൾക്കാരും അവരൊക്കെ നമ്മളെ ഒരു സോങ്ങിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി കർണാട്ടിക് മ്യൂസിക് ആണ് എൻ്റെ ബേസ്. ഓക്കെ. ഇപ്പം നമ്മൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുൻപ് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറെടുപ്പുകളുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പം ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് ടേക്ക് മാജിക് അതൊക്കെ ഉണ്ടാവാറുണ്ടോ? അതിൽ ഞാൻ ബിലീവ് ചെയ്യാറുണ്ട്. ഐ ഓൾവേസ് ബിലീവ് എൻ്റെ ആദ്യത്തെ ഒരു 3-4 ടേക്കാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ പക്ഷെ ഈ പറഞ്ഞ കാന്താരയിൽ എനിക്ക് അതിനുള്ള സമയമൊന്നും സത്യം പറഞ്ഞാൽ അവരും തന്നില്ല. കാരണം പെട്ടെന്നായിരുന്നു ഇതെല്ലാം റെക്കോർഡിങ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്ന ഒരു 1 hour തീർക്കണം, നമുക്ക് അർജൻറ്റാണ്, സെൻസർ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു അപ്രോച്ച് അല്ല. ബട്ട് ദേ വെർ വെരി സ്വീറ്റ്, ദേ വെർ വെരി കെയറിങ്. അവർ എല്ലാവരും ഒരു മലയാളത്തിൽ നിന്നുള്ളൊരു സിംഗർ വന്നിട്ട് അവർ എന്താ പറയുക, അവരുടെ ഓൺ സിംഗറായിട്ടാണ് അവർ കൺസിഡർ ചെയ്ത്. ഞാനൊരു 7 ദിവസത്തോളം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഋഷഭ് സാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ഋഷഭ് ഷെട്ടിയുമായിട്ടുള്ള ഇപ്പൊ ഒരു ഫസ്റ്റ് കാണുന്ന ടൈമിൽ അദ്ദേഹം മിണ്ടിയോ എന്തൊക്കെയായിരുന്നു അവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ എന്തായിരുന്നു? നല്ല തിരക്കിലായിരുന്നു. പക്ഷേ വീഡിയോ കോളിലായിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ പോലെ കുറെ വർക്ക്സ് തീർക്കുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് വർക്ക്സ് തീർക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പോയി സംസാരിച്ചില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടു, ഇങ്ങനെ പറഞ്ഞു, ബ്രഹ്മകലശം കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആക്ച്വലി ഈ ഒരു ഒറ്റപ്പാട്ട് പാടാനാണ് പോയിരുന്നത്. അപ്പോഴാണ് എനിക്ക് ബാക്കി 3 സോങ്സ് ആ സമയത്ത് കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ ഒരു 7 ദിവസം നിന്നു.
ഒറ്റ സോങ്ങിനായിരുന്നു ആദ്യം പോയത്. അപ്പം ഈ പാട്ടിന്റെ ബാക്കി വേർഷൻസും എല്ലാത്തിന്റെയും സ്റ്റുഡിയോ ഒന്ന് തന്നെയായിരുന്നു ഹരി? ഞങ്ങളൊരു കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, കുറേ സിംഗേഴ്സ് വന്നിരുന്നു. ഇതിൽ എന്താ പറയുക, ബാക്ക് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളും പിന്നെ ഓർക്കസ്ട്ര വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു 3-4 സ്റ്റുഡിയോയിലായിട്ട് പാരലലി വർക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ പറയും ഇന്ന സ്റ്റുഡിയോയിലാണ് വർക്ക്, ഓക്കെ അങ്ങോട്ട് പോവാം, അടുത്ത ദിവസം ഇന്ന സ്റ്റുഡിയോയിലാണ്. അപ്പോൾ അങ്ങനെ മാറി മാറി വർക്ക് ചെയ്യായിരുന്നു. ഓക്കെ. ഇപ്പം ഈ സിംഗിങ്ങിനെക്കാളും വേറെ എന്തെങ്കിലും പാഷനൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് പാഷൻസ്? എന്തൊക്കെയാണ് പാഷൻസ്? ഇപ്പം സിംഗിങ് തന്നെ ഫോക്കസ് ചെയ്യാണ്. എന്നാലും എനിക്ക് ഈ പറഞ്ഞ പോലെ വേറെ കുറേ എന്താ പറയുക, പല ഇൻസ്ട്രുമെന്റ്സും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിലേക്ക് എനിക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് കുറേ കാലമായിട്ടുള്ള ആഗ്രഹം, പക്ഷെ അത് ഇതുവരെയായിട്ട് അങ്ങനെ അതിനുവേണ്ടി ഒരു ശ്രമം ഞാനും നടത്തിയിട്ടില്ല. അപ്പം അത് ആഗ്രഹമുണ്ട്. മനുഷ്യനല്ലേ, സമയം വേണമല്ലോ അല്ലേ, എല്ലാ കാര്യങ്ങൾക്കും കൂടി സമയം വേണമല്ലോ. ഹരി, അപ്പൊ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അതെ 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 അതെ. ഇപ്പൊ റിലീസായത് 1 കാന്താര ആയിരുന്നു. പിന്നെ അന്ന് കരം എന്ന് പറഞ്ഞ വിനീതേട്ടൻ ചെയ്ത പടത്തില് ഒരു സോങ് പാടിയിരുന്നു. പിന്നെ ഇനി ഉണ്ട്, കുറച്ച് പ്രോജക്ട്സ് ഉണ്ട്. ഞാനത് ഒക്കെ റിലീസായിട്ട് ഞാൻ പറയാം. കാരണം ഒരു പാട്ട് ഇറങ്ങാതെ നമുക്കത് നമ്മുടെ പാട്ടാണെന്ന് പറയാനും പറ്റാത്തൊരു കാലമാണ്. അപ്പം സോ ഡെഫിനറ്റ്ലി നല്ല പാട്ടിൽ വരുന്നുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം. ആൻഡ് എല്ലാവർക്കും നന്ദി പറയുന്ന ഈ ഒരു നിമിഷത്തിൽ എന്നെ എന്നും സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ പാട്ടിൽ ഇഷ്ടപ്പെടുന്നതിനും. തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസത്തിന് മുന്നേ സച്ചിൻ വാര്യർ വന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹലോ മലയാളത്തിലെ ഗസ്റ്റ് ഇതേ ഹരിയെ പോലെ സച്ചിൻ വാര്യർ വന്നായിരുന്നു. അപ്പം ഞാൻ സച്ചിനോടും ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഈ സാധാരണ മനുഷ്യരൊക്കെ നമുക്ക് വലിയ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും പാട്ട് കേട്ടാണ് നമ്മൾ ആ സ്ട്രെസ് റിലീഫ് ചെയ്യുക. പക്ഷേ സംഗീതജ്ഞർ എന്ത് കേട്ടാണ് അവരുടെ സ്ട്രെസ് റിലീഫ് ചെയ്യുന്നത്? ഹരി എങ്ങനെയാണ് ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ, ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും ആ മൂഡിനെ പെട്ടെന്നൊന്ന് മാറ്റുന്നത്? വേറെ നിക്കക്കള്ളിയില്ലല്ലോ, അത് തന്നെ ഉള്ളൂ. അതായത് പാട്ട് കേൾക്കാൻ എന്തായാലും ആ മൂഡ് സമ്മതിക്കില്ല. ഇപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ചിലവര് പറയും ഹരിയുടെ പാട്ട് കേൾക്കാറുണ്ട് ടെൻഷൻ വരുമ്പോൾ. പക്ഷെ എനിക്ക് ഒരിക്കലും എന്റെ പാട്ട് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ടെൻഷൻ വരുന്ന സമയത്ത് ഞാൻ കഴിയുന്നത് അത് കൺട്രോൾ ചെയ്യുക. കാരണം ഒരിക്കലും ടെൻഷൻ എന്നതിന്റെ ഒരു സൊല്യൂഷൻ അല്ല. അപ്പൊ ആ സമയത്ത് നമ്മളത് മാനേജ് ചെയ്യുക. പിന്നെ എനിക്ക് ഐ ലവ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോ ഉറങ്ങുക, നിറച്ച് വെള്ളം കുടിക്കുക, അങ്ങനെ മിണ്ടാതിരിക്കുക. ഹരി, അങ്ങനെയെങ്കിൽ ഒരു പാട്ടായാലോ? നമുക്ക് പ്രഗതിയിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടിയാലോ? ഇല്ല, ആ ബാൻഡ് അങ്ങനെ സോങ്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം കാന്താരയിലുള്ള വേണമെങ്കിൽ ഞാൻ അതിന്റെ കന്നഡ വേർഷൻ പാടിയ ആ സോങ് ഞാൻ ഒന്ന് പാടിത്തരാം. അത് റിലീസ് ആയിട്ടില്ല. തിയേറ്ററിൽ പോകുന്നവർക്കൊക്കെ കേൾക്കാം. ഐ വിൽ സിംഗ് എ ഫ്യൂ ലൈൻസ് ഓഫ് ഇറ്റ്. ഓക്കെ ഓക്കെ. ഓ മദന മനമോഹിനി നീയാരലേ ಕಂಡೆ ಮನಮೋಹಕ ಮಾಯಾಕಳೆ ಭಾವನಯ ಬರಸೆಳೆದ ಶೂರ ಶಾಕುಂತಳೆ ಮೆಳುವಾಗೆ ಹರಳಿದೆ ಮನದಿ ಪ್ರೇಮ ಕಾವ್ಯಗಳೇ ಅರೇನೋ ಬದಲಾದ ಹಾಗಿದೆ ಮಳೆ ಬಿಲ್ಲೊಂದು ಮೈಗಂಟಿದೆ. വാവ്, ഞാൻ ഇന്നലെ രാത്രി വളരെ വൈകിപ്പോയി ആ സിനിമ കണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും അതിങ്ങനെ, നമുക്ക് സാധാരണ ഇങ്ങനത്തെ വലിയ സിനിമകളൊക്കെ കണ്ടാൽ അത് ഒറ്റത്തവണ കണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ കാന്താരയുടെ ഈ പോർഷൻ ഫസ്റ്റ് ചാപ്റ്റർ കണ്ടതിന് ശേഷം ഇനിയും ഒരിക്കൽ കൂടി കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേന് വീണ്ടും ആ ഒരു അങ്ങോട്ടേക്ക് തന്നെ പോകാം. തീർച്ചയായിട്ടും എല്ലാവരും ഇത് പോയി കാണണം. എൻ്റെ എന്താ റിക്വസ്റ്റ് ആണ്. കാരണം ഇത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് ഇതിന്റെ സൗണ്ടിങ്, എൻ്റെ ബ്രദർ ആയതുകൊണ്ട് പറയല്ല, രാജാകൃഷ്ണൻ, അദ്ദേഹം ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഇതിന്റെ സൗണ്ട് മിക്സും സൗണ്ട് എഫക്ട്സും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുപോലെ ഇതിന്റെ VFX നമ്മൾ OTT എത്രത്തോളം കണ്ടാലും അതിൻ്റെ ഒരു എഫക്ട് എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അതെ അതെ അതെ.
ഹരി ഇപ്പം ഒത്തിരി പാട്ട് പാടും, എനിക്ക് തോന്നുന്നു ഒരു 80ഓളം പാട്ടുകളൊക്കെ പാടിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഇത്രയും പാട്ടുകളൊക്കെ പാടിയതിൽ ഏറ്റവും ഫേവററ്റ് ഒരെണ്ണം ഭയങ്കര പാടായിരിക്കും, എങ്കിലും ഒരു ഫേവററ്റ് കാണില്ലേ, അതേതായിരിക്കും? ഇപ്പൊ എന്റെ ഫേവറേറ്റ് ഈ പറഞ്ഞ കന്നഡ ഞാൻ പാടിയ ആ ഒരു വേർഷനാണ്. മേ ബി അത് പുതിയ റിലീസ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് കിളിയെ ARM ഞാൻ പാടിയ പാട്ട് എനിക്ക് മൈ പേഴ്സണൽ ഫേവറേറ്റ്സ്. ഓക്കെ. ഇനിയിപ്പം ഈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ നേരത്തെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതിൻ്റെ ഏതുവരെയൊക്കെ എത്തി അതിൻ്റെ പരിപാടികളൊക്കെ? അതിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു വലിയ പ്രിപ്പറേഷൻ വേണം അതിന്. ഞാൻ സമയം എടുക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കലും പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന വർക്ക്സ് എനിക്ക് പേഴ്സണലി ഞാൻ എൻ്റെ സ്വന്തം വർക്ക്സ് പോലും എൻജോയ് ചെയ്യാറില്ല. അപ്പം ഐ ടേക്ക് ടൈം ഫോർ എനി വർക്ക്. അതിപ്പം ഒറിജിനൽ ആണെങ്കിലും ഫിലിം ആണെങ്കിലും കവറാണെങ്കിലും ഞാൻ കുറച്ച് സമയം എടുക്കും. റെക്കോർഡിങ്സ് മേ ബി ക്വിക്കായിട്ട് നടക്കാറുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ സൈഡും ഒക്കെ കുറച്ച് സമയം എടുക്കാറുണ്ട് എനിക്ക്. ഓക്കെ, ശരി. ഇപ്പം ജീവാംശമായി പവിഴമഴയെ 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. രാവിലെ ആയതുകൊണ്ട് ജീവാംശമായിരിക്കും നല്ലത്. എനിക്ക് കിടന്ന് വിളിക്കാൻ വയ്യ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. വാവ്. ഹരി, ഇനിയിപ്പം ഞാനിപ്പോൾ അവസാനിപ്പിക്കാം. കുടുംബ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഗാഥ സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ? ഗാഥ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ തൈക്കാട് മേടയിൽ വീട്ടിലാണ്. ഓക്കെ. ഇപ്പം ഞങ്ങള് എന്താ പറയുക, ട്രിവാൻഡ്രം, ചെന്നൈ അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. പിന്നെ അമ്മമ്മയുണ്ട്, അമ്മയുണ്ട്. പിന്നെ റീസെന്റ് ഒരു ഇപ്പൊ കച്ചേരികളൊക്കെ ഞാൻ പണ്ട് കച്ചേരി നടത്തുമായിരുന്നു സ്ഥിരമായിട്ട്. ഇപ്പൊ വീണ്ടും അതിലേക്ക് ചൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് സൂര്യ ഫെസ്റ്റിവലിൽ പാടി, അതിനുവേണ്ടി വന്നതാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നിൽക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്കൊക്കെ കുറച്ച് ഇന്റർവ്യൂസും തരാം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. എനിവേ വെരി ഹാപ്പി. ഞാൻ കാന്താര ട്രിവാൻഡ്രത്ത് നിന്നാണ് കണ്ടത്, ഏരീസ് പ്ലക്സ് കണ്ടു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക. ഓഡി വൺ, ഓഫ് കോഴ്സ് ഓഡി വൺ. തിരുവനന്തപുരത്തുകാർക്ക് സിനിമ കണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇമോഷൻ, അല്ലെങ്കിൽ അവിടെ തന്നെ പോയി കാണണമെന്നാണല്ലോ. ഉറപ്പായോ? അയ്യോ, എത്ര തിയേറ്റർ! അത് ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പം ഇഷ്ടം പോലെ തിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒന്ന്. അതെ അതെ, നമുക്ക് ആ സൗണ്ട് എഫക്ട്സിലൊക്കെ ഇരുന്ന് അങ്ങനെ ആസ്വദിച്ച് കാണുമെങ്കിൽ ഓടി ഉണ്ണി തന്നെ പോകണം. സ്പീക്കേഴ്സ് ഭയങ്കര രസമാണ്. അപ്പോൾ ഹരി, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇനിയിപ്പം വീണ്ടും ഞാൻ ഹലോ മലയാളത്തിൽ ഇനി ഹരിയെ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം, നല്ലൊരു ദിവസം ആവട്ടെ. താങ്ക് യു. യു ടു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു.